ഈ മദ്യ കമ്പനി വിറ്റുകൊണ്ടിരിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യം യഥേഷ്ടം കേരളത്തിലേക്ക് ഒഴുകും എന്ന ഗൗരവതരമായ ഒരു സാമൂഹ്യ പ്രശ്നമുണ്ട്. പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുമ്പോൾ എക്സൈസ് മന്ത്രി പോലും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല എന്നതാണ്. ഭരണ നേതൃത്വം അറിയാതെ, എക്സൈസ് മന്ത്രി അറിയാതെ തീർത്തും ഏകപക്ഷീയമായി മുഖ്യമന്ത്രി തന്നെ ഇത്തരം ദുരൂഹമായ ഒരു നീക്കത്തിന് നേതൃത്വം കൊടുത്തതിൻ്റെ വസ്തുത കേരളീയ സമൂഹത്തിന് അറിയേണ്ടതുണ്ട്. അടിമുടി ദുരൂഹവും സുതാര്യതയില്ലാത്തതുമായ ഭരണ നടപടികളിലൂടെ കേരളത്തിൽ വ്യാപകമായ വിമർശനങ്ങൾക്ക് വിധേയമായിരിക്കുകയാണ് ഒരു മാസം പൂർത്തിയാക്കുന്ന വി.ഡി. സതീശൻ നേതൃത്വം നൽകുന്ന UDFൻ്റെ സർക്കാർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതിസ്ഥാനത്തുണ്ടായിരുന്ന സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയുടെ അഭിഭാഷകനെ പ്രത്യേകമായ തസ്തിക സൃഷ്ടിച്ച് ദേവസ്വം ബോർഡിൻ്റെ മുഖ്യ അഭിഭാഷകനായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം കേരളത്തിൽ ഉയർന്നിരുന്നു. വിവാദങ്ങൾക്കൊടുവിൽ അഭിഭാഷകനെ പുറത്താക്കിയെങ്കിലും ആ നിയമനങ്ങളിലേക്ക് നയിച്ച വസ്തുതകളെ സംബന്ധിച്ച്, അതിൻ്റെ യഥാർത്ഥ കാരണത്തെ സംബന്ധിച്ച് ഇനിയും വിശദീകരിക്കാൻ മുഖ്യമന്ത്രിക്കോ സംസ്ഥാന ഗവൺമെൻറ്റിനോ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം രൂപപ്പെട്ടിരിക്കുകയാണ്. വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ ബെക്കാഡി എന്ന വൻകിട മദ്യ കമ്പനിയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടു. ആ തീരുമാനം ബജറ്റിലൂടെ കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് പുതിയ വിവാദത്തിൻ്റെ അടിസ്ഥാനം. ഇത് സംബന്ധിച്ച ഫയലുകൾ ശരവേഗത്തിലാണ് നീങ്ങിയത് എന്ന വാർത്ത ചില മാധ്യമങ്ങൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാത്രിയുടെ മറവിലും വെളുപ്പാങ്കാലത്തുമൊക്കെയായി മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥരും ഈ ഫയലിന്മേൽ തീരുമാനമെടുക്കാൻ നടത്തിയ യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഇടപെടലുകളെ സംബന്ധിച്ച വാർത്തകളാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കേരളത്തിൽ 251% മദ്യത്തിൻ്റെ നികുതിയായി ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. വീര്യം കൂടിയ മദ്യത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന 251% നികുതി വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തി തങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബ്രാൻഡുകൾക്ക് 251% നിന്ന് ഇളവ് ചെയ്ത് തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് ബെക്കാഡി കമ്പനി സർക്കാരിന് നൽകിയിരുന്നത്. അതിൽ തീരുമാനമെടുത്തുകൊണ്ടാണ് 251% നികുതിയിൽ നിന്ന് 120%മായി വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കാൻ UDF ഗവൺമെൻറ് തീരുമാനിച്ചത്. ഈ തീരുമാനം നടപ്പാകുമ്പോൾ കേരളത്തിന് പുറത്ത് വ്യാപകമായ നിലയിൽ ഈ മദ്യ കമ്പനി വിറ്റുകൊണ്ടിരിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യം യഥേഷ്ടം കേരളത്തിലേക്ക് ഒഴുകും എന്ന ഗൗരവതരമായ ഒരു സാമൂഹ്യ പ്രശ്നമുണ്ട്. അതോടൊപ്പം 251% നികുതിയിൽ നിന്ന് 120%മായി നികുതി കുറയ്ക്കുമ്പോൾ അതിലൂടെ കോടാനുകോടി രൂപ, സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് എത്തേണ്ട കോടാനുകോടി രൂപ ഈ വൻകിട മദ്യ കമ്പനിക്ക് ലാഭമായി ലഭിക്കും എന്ന മറ്റൊരു ഗൗരവമായ സാമ്പത്തിക പ്രശ്നവുമുണ്ട്. ഈ ഇടപാടിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണമെന്ത് എന്ന് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ UDF നേതൃത്വത്തിന് കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കും എന്ന് പ്രകടന പത്രികയിൽ എഴുതി വച്ച് അധികാരമേറ്റ ഒരു ഗവൺമെൻറ്റാണ് യഥേഷ്ടം കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം ഒഴുക്കുന്നതിന് സഹായകരമായ ഈ നിലപാട് സ്വീകരിച്ചത്. തീർത്തും സംശയാസ്പദമായ നിലയിൽ അതിവേഗതയിൽ ഈ ഫയലുകൾ വിളിച്ചു വരുത്തുകയും അതിന്മേൽ തീരുമാനമെടുക്കുകയും അതിനുശേഷം ഈ നടപടി ബഡ്ജറ്റിൻ്റെ ഭാഗമായി കേരളത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോട് വിശദീകരിക്കാൻ മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും ബാധ്യതയുണ്ട്. പക്ഷേ അതിന് മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും തയ്യാറാകുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുമ്പോൾ എക്സൈസ് മന്ത്രി പോലും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല എന്നതാണ്. എക്സൈസ് മന്ത്രിയുമായി കൂടിയാലോചന നടത്താതെ ധൃതി പിടിച്ച് ഇത്തരമൊരു തീരുമാനം മുഖ്യമന്ത്രി ഏകപക്ഷീയമായി കൈക്കൊണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? കേരളത്തിലെ UDF ഗവൺമെൻറ്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ തന്നെ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വവുമായി ആലോചിച്ചിരുന്നില്ല. UDF നേതൃത്വവുമായി കൂടിയാലോചന നടത്തിയില്ല. ഭരണ നേതൃത്വം അറിയാതെ, എക്സൈസ് മന്ത്രി അറിയാതെ തീർത്തും ഏകപക്ഷീയമായി മുഖ്യമന്ത്രി തന്നെ ഇത്തരം ദുരൂഹമായ ഒരു നീക്കത്തിന് നേതൃത്വം കൊടുത്തതിൻ്റെ വസ്തുത കേരളീയ സമൂഹത്തിന് അറിയേണ്ടതുണ്ട്. മദ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങേയറ്റം അപകടകരമായ മറ്റു ചില പ്രഖ്യാപനങ്ങളും ദുരൂഹതയുണർത്തുന്നതാണ്. കേരളത്തിൻ്റെ തീരമേഖലയെ സ്വകാര്യ
വൻകിട കുത്തക കമ്പനികൾക്ക് കൈമാറ്റം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളുണ്ട്. കരിമണൽ അടക്കമുള്ള ധാതു സമ്പത്ത് ഖനനം ചെയ്യാൻ സ്വകാര്യ കമ്പനികളെ അനുവദിക്കുന്ന തീരുമാനവും മിഷൻ സമുദ്ര എന്ന പേരിൽ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സ്വകാര്യവൽക്കരിക്കണം എന്ന നിർദ്ദേശം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ ബഡ്ജറ്റ്. യഥാർത്ഥത്തിൽ കടലും ആകാശവും ഉൾപ്പെടെയെല്ലാം വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് അവതരിപ്പിച്ച ഈ ബജറ്റിൽ ഉൾക്കൊള്ളുന്ന നിർദ്ദേശങ്ങൾ പലതും കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കെതിരാണ്. അങ്ങനെ കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കെതിരായ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശത്തെ സംബന്ധിച്ച വിവാദമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉയർന്നിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ദുരൂഹമായ, പുറത്തു പറയാൻ കഴിയാത്ത പല വിധത്തിലുള്ള താൽപ്പര്യങ്ങളുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവ് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടേണ്ടുന്ന നിരവധിയായിട്ടുള്ള വസ്തുതകളുണ്ട്. അതിൻ്റെ പിന്നിൽ നിഗൂഢമായ താൽപ്പര്യങ്ങൾ മുഖ്യമന്ത്രിക്കും ഈ ഗവൺമെൻറ്റിനുമുണ്ട് എന്ന സംശയം കേരളീയ സമൂഹത്തിൽ പരക്കെ ഉയർന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുയർന്ന എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. ഒരു ഭാഗത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, വൻകിട മുതലാളിമാർക്ക് വേണ്ടി ഈ ഭരണ ചക്രം തിരിക്കുമ്പോൾ മറുഭാഗത്ത് കേരളത്തിലെ സാധാരണ മനുഷ്യർ ഈ കഴിഞ്ഞ ഒരു മാസത്തെ UDFൻ്റെ ഭരണത്തിന് കീഴിൽ വലിയ ദുരിതങ്ങളിൽ അകപ്പെടുന്നതിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. ആരോഗ്യമേഖല വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടമാണിത്. ആ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ, പകർച്ചവ്യാധികളെ തടയാൻ ഏകോപനത്തോടു കൂടിയ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 87 മനുഷ്യരാണ് പകർച്ചപ്പനി ബാധിച്ച് ഈ കേരളത്തിൽ മരണപ്പെട്ടത്. ഇത്രയും ഗുരുതരമായൊരു സാഹചര്യം കേരളത്തിൻ്റെ ആരോഗ്യമേഖലയിൽ ഉണ്ടാകുമ്പോഴും അത് പരിഹരിക്കാനുള്ള ഒരിടപെടലും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും ഗൗരവതരമായ വസ്തുത. ആരോഗ്യവകുപ്പിൻ്റെ തലപ്പത്ത് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കം, അതുമായി ബന്ധപ്പെട്ട ഭരണസ്തംഭനം നിലനിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള കോടതി നടപടികൾ നിലനിൽക്കുകയാണ്. ആരോഗ്യമന്ത്രി പ്രതിപക്ഷത്തിരുന്നപ്പോൾ നടത്തിയ പല പ്രഖ്യാപനങ്ങളും ഇപ്പോൾ അദ്ദേഹത്തെ തിരിഞ്ഞു കൊത്തുന്ന അനുഭവങ്ങളാണ്. യാതൊരു രാഷ്ട്രീയ മാന്യതയുമില്ലാതെ അപക്വമായ പ്രഖ്യാപനങ്ങൾ നടത്തി, പ്രസ്താവനകൾ നടത്തി ആരോഗ്യമന്ത്രി മുന്നോട്ട് പോകുന്നതല്ലാതെ കേരളത്തെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ആരോഗ്യരംഗത്തെ ഈ തകർച്ചയ്ക്ക് പരിഹാരം കാണാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ആ നിലയിൽ കേരളത്തിലെ ജനങ്ങൾ വലിയ ആശങ്കയുടെ നടുവിൽ നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, കുത്തക മുതലാളിമാർക്ക് വേണ്ടി കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്ന നടപടികൾ ഒരു ഭാഗത്ത്, സാധാരണ മനുഷ്യൻ്റെ ജീവിത പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്ത, സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളെ, ജീവിത പ്രശ്നങ്ങളെ പൂർണ്ണമായി അവഗണിക്കുന്ന നിലപാടുകൾ മറുഭാഗത്ത്. ഈ നിലയിൽ ഒരു മാസം കൊണ്ട് കേരളത്തിൽ UDF സർക്കാരിൻ്റെ ദിശ എന്താണ് എന്ന് വെളിപ്പെടുന്ന നടപടികളും സമീപനങ്ങളുമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്.